ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഓറൽ ഹൈജീൻ, ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി മാനേജ്. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സംപ്രീത് മാത്യു ആണ്, സീനിയർ കൺസൾട്ടൻറ്റ് ആൻഡ് HOD ഡെന്റൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി വെൽകെയർ ഹോസ്പിറ്റൽ. Sir, what's the one daily habit everyone should adopt for better oral health? നോർമലി എല്ലാവരോടും നമ്മൾ പറയുന്ന രാവിലെയും വൈകിട്ടും നൈറ്റ് ടൈം ബ്രഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന ബ്രഷിങ്ങിൻ്റെ കൂടെ നമ്മൾ ഫ്ലോസും കൂടെ ചെയ്യണം. ഫ്ലോസിങ് പല രീതിയിലുള്ള ഫ്ലോസിങ് ഉണ്ട്. പക്ഷേ ഫ്ലോസ് ചെയ്യുന്ന പ്ലാക്ക് കണ്ടൻറ്റ് പല്ലിൻ്റെ ഇടയ്ക്കുള്ള പ്ലാക്കൊക്കെ റിമൂവ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ്. സോ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ ബ്രഷിങ് ഓർ ഫ്ലോസിങ്. സോ ഈ ബ്രഷിങ് അല്ലെങ്കിൽ ഫ്ലോസിങ്ങിൽ എന്താണ് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത്? ബ്രഷ് ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാർക്ക് ഒരു ഹാർഡ് ബ്രഷ് യൂസ് ചെയ്താൽ സാറ്റിസ്ഫാക്ടറി ആയിട്ട് ക്ലീൻ ആകത്തുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ അത് തെറ്റായ ഒരു ധാരണയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ഉള്ള ബ്രഷ് യൂസ് ചെയ്താലേ ക്ലീൻ ആവത്തുള്ളൂ. എനാമലിന് ഡാമേജും സംഭവിക്കത്തില്ല. അതുപോലെ ഫ്ലോസിങ് ചെയ്യുമ്പോഴത്തേനും പലരുടെ വിചാരമുണ്ട് അത് പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഫുഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഫ്ലോസിങ് ചെയ്യുന്നത്. പക്ഷെ അതേപോലെ ഒരു തെറ്റിദ്ധാരണയാണ്. പല്ലിൻ്റെ ഇടയ്ക്ക് പ്ലാക്ക് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. ആ പ്ലാക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു സംഭവമാണ് ഫ്ലോസിങ്. സർ, ഇപ്പോൾ സോഫ്റ്റ് ബ്രിസിൽ ബ്രഷിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നമുക്കിപ്പോൾ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് അവൈലബിൾ ആണ്. സോ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്? ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രഷിംഗ് ആണ്. അതിനകത്ത് ഒത്തിരി സെൻസേഴ്സ് ഉണ്ട്, പ്രഷറും. പക്ഷെ നോർമലി അത് കുട്ടികൾക്കും പിന്നെ എന്തെങ്കിലും ബ്രഷിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അതൊരു ഫാസിനേഷനാണ്. അപ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും ബ്രഷ് ചെയ്യാൻ. പിന്നെ എന്തെങ്കിലും ബ്രഷിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് കുറച്ചുകൂടി എഫക്റ്റീവ് ആണ്. പക്ഷേ നോർമൽ ആൾക്കാർ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നോർമൽ ബ്രഷ് യൂസ് ചെയ്താലും മതി. എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് എനിക്കും ചോദിക്കാനുള്ളത്, ഗുഡ് വേഴ്സസ് ബാഡ്. അങ്ങനെ എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടോ ടൂത്ത് പേസ്റ്റിന്? നോർമൽ ടൂത്ത് പേസ്റ്റ് വിതൗട്ട് എനി അഡിറ്റീവ്സ് ഇസ് എ ഗുഡ് ടൂത്ത് പേസ്റ്റ്. പിന്നെ ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള ടൂത്ത് പേസ്റ്റ് കുറച്ചുകൂടെ എഫക്റ്റീവ് ഇൻ കേരീസ് പ്രിവെൻഷൻ. അതായത് നമ്മൾ കേടാവുന്ന പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള ടൂത്ത് പേസ്റ്റ്. പിന്നെ അഡിറ്റീവ്സ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ വൈറ്റനിങ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ്, അതുപോലെ ഇങ്ങനെ എഫർവെസൻസ് ഉണ്ട്, അത് ബ്രഷ് ചെയ്യുമ്പോൾ ഭയങ്കര പതയുന്ന, അതുപോലെ എന്തെങ്കിലുമൊക്കെ വൈറ്റനിങ് ക്രിസ്റ്റൽസ് ഉള്ളതുണ്ട്. ഇങ്ങനത്തെ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് നമ്മുടെ ഇനാമലിനെ എവൻച്വലി ഡാമേജ് ചെയ്യും.